ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയ ഒരു സന്തോഷ വാർത്തയായിരുന്നു ഗായികയായ അഞ്ജു ജോസഫിന്റെ വിവാഹം. അതീവ രഹസ്യമായിട്ടാണ് അഞ്ജു രണ്ടാം വിവാഹം ഒരുക്കിയതെങ്കിലും പ്രേക്ഷകർ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയുകയായിരുന്നു. ഇപ്പോഴത്തെ ആഘോഷങ്ങൾ തുടരാതെ ഇപ്പോൾ ആഴ്ചകളോളം പിന്നിട്ടും സുഹൃത്തുക്കൾ ഇപ്പോൾ വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ടും സർപ്രൈസുകൾ നൽകിക്കൊണ്ടും എത്തിയിരിക്കുകയാണ് എന്നറിയിക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അഞ്ജുവിനും ആദിത്യനും കുറേയധികം വർഷങ്ങളായി തന്നെ പരിചയമുള്ളതുകൊണ്ട് കുറേയധികം മ്യൂച്വൽ ഫ്രണ്ട്സും കോമൺ ഫ്രണ്ട്സും ഉണ്ട്. ആ സുഹൃത്തുക്കൾ കൂടി ചേർന്നുകൊണ്ട് അവർക്കൊരു വിരുന്ന് നൽകിയിരിക്കുകയാണ്. കേക്ക് മുറിച്ച് ആഘോഷിച്ചാണ് ഇവരുടെ സന്തോഷം ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ പോലും ഏറ്റെടുത്തിരിക്കുന്നത്. ആശംസാ പ്രവാഹം തന്നെയാണ് ആദിത്യനും അഞ്ജുവിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ് അഞ്ജുവിന്റെയും ആദിത്യന്റെയും വിവാഹം കഴിഞ്ഞുള്ള ഈ ആഘോഷ വാർത്ത. ആദിത്യൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുള്ളത്. സാധാരണ രണ്ടാം വിവാഹം എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാം വിമർശിക്കാറാണ് പതിവ്. എന്നാൽ അഞ്ജുവിനെ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ അഞ്ജുവിനും വളരെയധികം സ്നേഹമാണെന്നാണ് കൂട്ടിച്ചേർത്തത്. ആദിത്യ പരമേശ്വരൻ എന്ന തന്റെ ദീർഘകാല സുഹൃത്തിനെ പ്രണയിക്കാമെന്നുള്ള തന്റെ മോഹം പോലും പിന്നീടാണ് എല്ലാവരെയും അറിയിച്ചത്. പ്രണയത്തിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. വിവാഹത്തോടനുബന്ധിച്ച് തന്നെയായിരുന്നു ആദിത്യ പരമേശ്വരനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. അതുവരെ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പോലും പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു. മാധ്യമങ്ങളെല്ലാം ഇവരുടെ വിവാഹത്തിന് അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ ആദ്യം ആദിത്യക്ക് ഞെട്ടലായിരുന്നു. ഇതൊന്നും തന്നെ തീരെ ശീലമില്ലാത്തൊരു വ്യക്തിയാണ് ആദിത്യ പരമേശ്വരൻ. തന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആദിത്യയും അഞ്ജുവും ഒരുമിച്ച് കണ്ടപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത്. ആദ്യ വിവാഹമാണ് ആദിത്യയുടേത്. അഞ്ജുവിന്റെ രണ്ടാം വിവാഹവും. ഷോ പ്രൊഡ്യൂസറായ അനൂപ് ജോണുമായിട്ടായിരുന്നു അഞ്ജുവിന്റെ ആദ്യ വിവാഹം. അതും പ്രണയവിവാഹം തന്നെയായിരുന്നു. വീട്ടുകാരെ എല്ലാവരെയും സമ്മതിപ്പിച്ചുകൊണ്ടൊരു ആഡംബര വിവാഹം തന്നെയായിരുന്നു. രണ്ടാമത് ആദിത്യയുമായുള്ള വിവാഹം ഒരു രജിസ്റ്റർ വിവാഹമായിരുന്നു. അതിനുശേഷം അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം വിളിച്ചൊരു വിവാഹ റിസപ്ഷൻ. അങ്ങനെയാണ് അഞ്ജു ഒരുക്കിയിരുന്നത്. എന്നാൽ അതിനുശേഷം മാധ്യമങ്ങൾ അറിയുകയും അഞ്ജുവിന്റെ അടുത്തേക്കും ആദിത്യയുടെ അടുത്തേക്കും ആരാധകരെ പോലെ തന്നെ എത്തുകയുമായിരുന്നു. ഒരു കിനാവ് പൂത്തിടും അതിൽ നമ്മൾ ചേർന്നിടും എന്ന ഗാനത്തിലൂടെ കരഞ്ഞുകൊണ്ട് ആദിത്യക്ക് എത്രമാത്രം അഞ്ജുവിനെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്തുകയാണ് പ്രേക്ഷകർ. ആ ഗാനത്തോടെ തന്നെ ആദിത്യ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു. ആദിത്യ ഇപ്പോൾ എവിടെ കണ്ടാലും പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ആദിത്യ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറിയെന്ന് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു തുടങ്ങി. ഇപ്പോൾ ഗായിക അഞ്ജുവിന്റെ ഭർത്താവ് എന്ന നിലയിലാണെങ്കിൽ പോലും ആദിത്യ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി മാറി. ഇത് അഞ്ജുവിന് തെറ്റില്ല. ആദ്യ തീരുമാനം അഞ്ജുവിന് തെറ്റിപ്പോയി. അത് തിരുത്തുകയും ചെയ്തു. ഇനി രണ്ടാമതൊരു തെറ്റ് പറ്റില്ല. കാരണം ഈ വ്യക്തി അത്രമാത്രം സ്നേഹമുള്ളവനാണ്. അവന്റെ സ്വഭാവവും അവന്റെ സംസാരവും കേട്ടാൽ തന്നെ അറിയാം. ആദിത്യ ഇനി ഞങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ ആദിത്യയ്ക്കും അഞ്ജുവിനും ആശംസകൾ അറിയിച്ചെത്തുന്നത്. ഒരിക്കലും സെലിബ്രേഷൻസ് നിർത്താത്ത സുഹൃത്തുക്കൾ തന്നെയാണ് നിങ്ങളുടെ അഭിമാനം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അതാണ് നല്ലതെന്നും പ്രേക്ഷകർ ഒരുപോലെ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.